ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ നിധി സുധീഷിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും ദിവസം ചെയ്തു തന്ന സഹായത്തിന് ഒരുപാട് നന്ദി. നിങ്ങൾ എനിക്കൊരു ഫ്രണ്ടും മാത്രമല്ല, നിങ്ങൾ അതിനും മീതെയാണ് നിങ്ങൾ എനിക്ക്. അതുകൊണ്ട് ഞാൻ ഈ ജന്മങ്ങളെ മറക്കില്ല. എനിക്ക് ഞാനും എൻ്റെ അച്ഛനും കൂടി നിങ്ങൾ വന്ന് കാണേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഒരുപാട് സന്തോഷം പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷിനാണെങ്കിൽ വല്ലാത്ത സങ്കടം വരും. നിധി അവനെ വിട്ടിട്ട് പോവാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് വല്ലാത്ത വിഷമിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ നിധി ഉള്ളിലേക്ക് പോകേണ്ട യാത്രയൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കിളി വീട്ടിലാണെങ്കിൽ നമ്മുടെ ഭാസ്കരൻ ഹോട്ടലിൽ നിന്നൊക്കെ ഓരോന്ന് കേട്ടിട്ട് ചായക്കടയിൽ നിന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് അവന് വല്ലാതെ വിഷമിച്ച് വന്നിട്ട് പറയുന്നുണ്ട്. നമ്മുടെ സുഭാഷിനോട് പറയേണ്ടത് എന്താണ് അവർ തിരിച്ച് വരാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സുഭാഷ് പറയുന്നത് വരുന്നുണ്ടാവും. അപ്പോൾ ആ കൊച്ചിന് അവളുടെ അച്ഛൻ മരിച്ചാലും വേണ്ടില്ല, നിൻ്റെ അനിയനെ മതി എന്നൊക്കെ അവൾ വിചാരിച്ചോ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹരീഷിന് വല്ലാത്ത വിഷമം വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ, ഞങ്ങളെ ഇവിടെ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വക ഓരോന്നെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ സുഭാഷിനോട് വീണ്ടും പറയണേ, എന്തായാലും ഈ വീട്ടുമുറ്റത്ത് ഒരു നല്ല കല്യാണം എനിക്ക് നടത്തണം, എല്ലാവരും അറിഞ്ഞ് നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് നല്ല സദ്യയൊക്കെ കൊടുത്തിട്ട് ഗംഭീരമായിട്ട് ഈ വീടിൻ്റെ മുറ്റത്ത് ഒരു കല്യാണം നടത്തണം, അതെൻ്റെ ഒരു ആഗ്രഹമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷിനാണെങ്കിൽ നിധീനെ കാണാതെ ഇരിക്കാൻ വയ്യ. സുധീഷ് വീണ്ടും നിധീനെ കാണാൻ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധിയാണെങ്കിൽ ഇങ്ങനെ അച്ഛനെ പറ്റി ആലോചിച്ചിട്ട് ഇങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട്. എങ്ങനെ എന്താ അച്ഛനെ കാണാൻ ഒരു വഴി എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷിനെ കണ്ടപ്പോൾ നിധി ഓടി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനിയും പോയില്ലേ, എന്താ നിങ്ങൾ പോവാത്തത് പറയണ്ട. ആ സമയത്ത് സുധീഷ് പറയണ്ടേ, നിൻ്റെ ഇങ്ങനെ ഒറ്റയ്ക്ക് തനിച്ചാക്കിയിട്ട് എനിക്ക് പോകാൻ തോന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോവാം, എൻ്റെ മനസ്സ് അതിനെ അനുവദിക്കണില്ല, എനിക്ക് അങ്ങനെ പറ്റണില്ല, നിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ടെന്ന് പറയണ്ട. ആ സമയത്ത് നമ്മുടെ നീതി പറയണ്ടേ, ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്തായാലും പോയി, നമുക്ക് പിന്നെ ആലോചിക്കാം എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനെ യാത്രയാക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.